ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റുന്നു എന്നതാണ്. വെറ്റിലപ്പാറ 7-ാം മുഖം 7-ാം ബ്ലോക്കിലാണ് ആനകൾ നിലവിലുള്ളത്. പ്രദേശവാസിയായ മോഹനൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സ്ഥലത്ത് വനംവകുപ്പിന്റെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വനമന്ത്രി ഷിബു ബേബി ജോൺ ഉടൻ തന്നെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തും എന്ന വിവരം അറിയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കാട്ടാനകളെ റീലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കാട്ടാനകളെ കൂട്ടത്തോടുകൂടി അവർ കാട്ടിലേക്ക് തുരത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയതായിരുന്നു കാട്ടാനകൾ. അവരെ ഉൾവയനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വെറ്റിലപ്പാറ 7-ാം മുഖം 7-ാം ബ്ലോക്കിലാണ് ഈ ആനകൾ ഇപ്പോൾ നിലവിലുള്ളത്. പ്രദേശവാസിയായ മോഹനൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് വനമന്ത്രി ഷിബു ബേബി ജോൺ ഈ ആനകളെ കണ്ടെത്തി അവരെ റീലൊക്കേറ്റ് ചെയ്യും, അവരെ തുരത്തി കാട്ടിലേക്ക് ഉൾവനത്തിലേക്ക് കയറ്റും എന്ന് അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായുള്ളൊരു സ്പെഷ്യൽ ഡ്രൈവ് നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം. ശ്രീജിത്ത് ശ്രീകുമാരൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീജിത്ത്, ഈ അതിരപ്പള്ളിയിലുണ്ടായ ഈ അപകടത്തിൽ മോഹനൻ്റെ ജീവൻ നഷ്ടമായ ഈ ആക്രമണത്തിന് ശേഷം മന്ത്രി മോഹനൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴും അവിടെ മന്ത്രിയുടെ കാറും കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ കാട്ടാനകളെയൊക്കെ ഉൾവനത്തിലേക്ക് തുരത്തുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഉടൻ തന്നെ അത് നടത്തും, വനംവകുപ്പിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ നടപടി ഉണ്ടായി അല്ലേ? ഡ്രൈവ് എന്തായാലും ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ല. അതിന് കുറച്ചുകൂടി നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിയാരം ഫോറസ്റ്റ് സ്റ്റേഷനാണ്. ഈ പരിയാരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ അപ്പുറത്ത് ജനപ്രതിനിധികളുടേതടക്കമുള്ള യോഗം ആരംഭിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി 11:30 മണിയോടുകൂടി അല്ലെങ്കിൽ 12 മണിയോടുകൂടി DCF KK സുനിൽകുമാർ, അദ്ദേഹമാണ് റിസർച്ച് വിഭാഗം DCF ആണ്, അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി, അത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുണ്ട്, അവരെല്ലാവരും ചേർന്ന് ചർച്ച ചെയ്തതിനു ശേഷം ഈ ആനകളെ എവിടേക്ക് കൃത്യം ലൊക്കേഷൻ റീലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമടക്കം അവർ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ വരെ ഈ ജനവാസ മേഖലയിൽ തുടർന്ന് പിന്നീട് പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആനകളെയാണ് എത്രയും പെട്ടെന്ന് തന്നെ തുരത്താൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. അത് ഇവിടുത്തെ RRT സംഘം, റേഞ്ച് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളാണ് അവയെ പടക്കം പൊട്ടിച്ചും മറ്റും കാട് കയറ്റിയിരിക്കുന്നത്. 7-ാം മുഖം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. 7-ാറ്റുമുഖം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. 7-ാറ്റുമുഖം 7-ാം ബ്ലോക്ക്. ആ 7-ാം ബ്ലോക്കിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എസ്റ്റേറ്റിലൂടെ ആനകൾ കടന്നു പോകുന്ന ദൃശ്യമാണ് നമ്മുടെ പ്രതിനിധി മണികണ്ഠൻ പകർത്തിയത്. എന്തായാലും കൃത്യമായ രീതിയിൽ ഈ ആനകളെ അതിൻ്റെ മുകളിലേക്ക് കയറ്റിവിടാൻ, ഉൾവനത്തിലേക്ക് കയറ്റിവിടാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ആനകൾ ഉൾവനത്തിലേക്ക് തന്നെ ഈ 4 ആനകൾ കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ 4 ആനകൾ മാത്രമല്ല GK ഈ മേഖലയിലുള്ളത്. ഏതാണ്ട് 5ഓളം വരുന്ന മറ്റൊരു ആനക്കൂട്ടം ഈ മേഖലയിലുണ്ടെന്ന് പറയുന്നു. ഈ മോഹനെ ആക്രമിച്ചത് ഒരൊറ്റ ആനാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ആ ആനയെയും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അതിനെ എത്രയും പെട്ടെന്ന് കാട് കയറ്റുക എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മനുഷ്യ സഹജമായതെല്ലാം ചെയ്യും, തങ്ങളുടെ കയ്യിൽ അമാനുഷികമായ ശക്തിയൊന്നുമില്ല എന്ന് മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മനുഷ്യ സഹജമായതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്, വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അതിനൊരു ജീവൻ നഷ്ടപ്പെടുത്തി വേണോ എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചെറിയൊരു ആശ്വാസത്തിലാണ്. പെട്ടെന്ന് തന്നെ ആനകളെ കാട് കയറ്റാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇനി അവയെ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം, ഇനി തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. അതിന് അവർ വിലങ്ങുതടിയായി പറയുന്ന ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഇപ്പോൾ കൈതച്ചക്ക, പൈനാപ്പിളിൻ്റെ കൃഷി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മണം കൊണ്ടാണ് അത് കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ഒരാവശ്യമുള്ളത്. എന്തായാലും സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങിയിട്ടില്ല അല്ലേ ശ്രീജിത്ത്? ഇപ്പോൾ നമ്മൾ വെറ്റിലപ്പാറ 7-ാറ്റുമുഖം 7-ാം ബ്ലോക്കിലാണ് ആനകൾ ഇപ്പോൾ ഉള്ളത്. നിലവിൽ അത് അവർ കൂട്ടത്തോടെ ഉൾവനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ വനം മന്ത്രി നിർദ്ദേശിച്ച അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ച ആ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിന് ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട് എന്നാണ് ശ്രീകുമാരൻ പറയുന്നത്. ഏതായാലും ഈ ഉൾവനത്തിലേക്ക് കയറിപ്പോകുന്ന കാട്ടാന കൂട്ടം അവർ തിരികെ വീണ്ടും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലുകൾ ആവശ്യമാണെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പ്രധാനമായും കൈതച്ചക്ക കൃഷി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മണം പിടിച്ചാണ് ഈ കാട്ടാനകൾ വീണ്ടും താഴേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ആ കൃഷി അവിടെ നിർത്തണം എന്ന ആവശ്യം കൂടി നാട്ടുകാർക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഏതായാലും നാട്ടുകാരുടെ സ്വൈര ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ കാട്ടാനകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും വനംവകുപ്പിന്റെ ഭാഗത്ത് നമുക്ക് കരുതാം. സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങിയിട്ടില്ല, അതിനുവേണ്ടി ചില നടപടിക്രമങ്ങൾ കൂടി പാലിക്കാനുണ്ട്, അത് പൂർത്തിയാക്കാനുണ്ട് എന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിരപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.